തിരുവനന്തപുരത്ത് 3 വയസ്സുകാരന് പൊള്ളലേറ്റ കേസിൽ വഴിത്തിരിവ്. കുട്ടിയുടെ ദേഹത്ത് അമ്മയുടെ രണ്ടാനച്ഛൻ തിളച്ച ചായ ഒഴിച്ചില്ലെന്ന് പോലീസ്. അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ചായപാത്രം തെന്നി വീണതാണെന്നും പോലീസിന്റെ കണ്ടെത്തൽ. കസ്റ്റഡിയിലെടുത്ത് അമ്മയുടെ രണ്ടാനച്ഛനെ വിട്ടയച്ചു. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ 3 വയസ്സുകാരന് പൊള്ളലേറ്റ സംഭവത്തിൽ ചൈൽഡ് ലൈനിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നു. കുട്ടിയുടെ മാതാവിന്റെ രണ്ടാനച്ഛനെ പ്രതി ചേർത്ത IPC 324, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ വിശദമായ അന്വേഷണത്തിൽ പ്രതി കുട്ടിയുടെ മാതാവിന്റെ രണ്ടാനച്ഛൻ അല്ല എന്നാണ് പോലീസ് കണ്ടെത്തിയത്. കുട്ടിയുടെ അമ്മൂമ്മ ചായ തിളപ്പിക്കുന്നതിനിടയിൽ ദേഹത്തേക്ക് വീഴുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. സംഭവ സമയം മാതാവിന്റെ രണ്ടാനച്ഛൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചാണ് ഈ നിഗമനത്തിലേക്ക് എത്തിയത്. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത മാതാവിന്റെ രണ്ടാനച്ഛനെ പോലീസ് വിട്ടയച്ചു. കോടതിയുടെ അനുമതിയോടെ രജിസ്റ്റർ ചെയ്ത കേസ് പിൻവലിക്കാനുള്ള നടപടി ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. പൊള്ളലേറ്റ 3 വയസ്സുകാരൻ ഇപ്പോഴും തിരുവനന്തപുരം SAT ആശുപത്രിയിൽ തുടരുകയാണ്. കുഞ്ഞിന്റെ ദേഹത്ത് അമ്മയുടെ രണ്ടാനച്ഛൻ ചൂടുചായ ഒഴിച്ച് പൊള്ളിച്ചു എന്ന ആരോപണവുമായി മാതാപിതാക്കൾ തന്നെയാണ് രംഗത്ത് വന്നത്. 3 വയസ്സുകാരനായ കുട്ടി പോലീസിനും മജിസ്ട്രേറ്റിനും സമാന മൊഴിയാണ് നൽകിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.